ഉൽപ്പത്തി 18:23-24 അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? ഒരിക്കലും അങ്ങനെ ദൈവം ചെയ്യത്തില്ല. നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ഹല്ലേലൂയ. ദൈവമായ കർത്താവ് പറയുകയാണ്, നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്ന പക്ഷം ഞാൻ ആ സ്ഥലത്തോട് ക്ഷമിക്കും. നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ആ നാടിനോട് ഞാൻ ക്ഷമിക്കും, ഞാൻ ശിക്ഷ പിൻവലിക്കും, ശിക്ഷിക്കത്തില്ല. ക്ഷമിക്കുമെന്നാണ് പറഞ്ഞു. ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. 18:26 50 നീതിമാന്മാരെ കണ്ടാൽ മതി. പക്ഷെ 50 നീതിമാന്മാരെ ആ ദേശത്തെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ നീതിമാന്മാർ വേണം. നീതിമാന്റെ പ്രാർത്ഥനയാണ് മേഘങ്ങളെ തുളച്ച് ദൈവസന്നിധിയിലെത്തുന്നത്. നീതിമാന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് വിലയുള്ളത്, പാപിയുടെ പ്രാർത്ഥനയ്ക്കല്ല. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. അബ്രാഹാം പിതാ പറയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണം, 45 ഉള്ളെങ്കിലോ അങ്ങ് നശിപ്പിക്കുമോ? വീണ്ടും പറയുകയാണ്, അങ്ങ് 40 പേരെ ഉള്ളെങ്കിൽ നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 40 പേരെ പ്രതി ഞാൻ ആ നഗരം നശിപ്പിക്കത്തില്ല. കണ്ടോ, ദൈവത്തിൻ്റെ കരുണ ഒഴുകുകയാണ്. 40 പേര് നീതിമാന്മാരായിട്ട് ആ ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തോട് ഞാൻ ക്ഷമിക്കും, ആ ദേശത്തെ നശിപ്പിക്കരുത്. കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് കോപിക്കരുത്. 30 പേരെ ഉള്ളെങ്കിലോ? കർത്താവ് പറയാ, ഞാൻ ക്ഷമിക്കും. 30 പേരെ ഉള്ളെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കത്തില്ല. വീണ്ടും അബ്രാഹാം പിതാവ് വളരെ എളിമയോടെ പറയുക, കർത്താവേ ഞാനും കൂടി സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, 20 പേരെ ഉള്ളെങ്കിലോ? ഇവിടെ ദൈവത്തിൻ്റെ അനന്ത കരുണ ഒഴുകുക. നമുക്കറിയാം വിശുദ്ധ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവം പറയുകയാണ്, 20 പേരെ ഉള്ളെങ്കിൽ ഞാൻ ആ നഗരത്തെ നശിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ അനന്ത കരുണ, അനന്ത സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടാകും. നോക്കിയ പിതാവായ ദൈവത്തിൻ്റെ ആ ഹൃദയമാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുന്നത്. ആ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. സൊദോം ഗൊമോറ മുഴുവൻ മ്ലേച്ഛതയുടെ പാപത്തിൻ്റെ ജഡികതയുടെ ചെളിക്കുണ്ടി കിടക്കുമ്പോൾ ദൈവം തീരുമാനിക്കുക, തീർക്കാൻ പോവുക, നശിപ്പിക്കാൻ പോവുക. അബ്രാഹാം ഇടയ്ക്ക് നിന്നു, കർത്താവേ കരുണയായിരിക്കണം. ദൈവം പറയുക, 20 പേരെ ഉള്ളെങ്കിലും ഞാൻ ആ നഗരത്തെ നശിപ്പിക്കത്തില്ല. അവിടുത്തെ ജനത്തോട് ഞാൻ കരുണ കാണിക്കും. ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ലോകരാജ്യങ്ങളിൽ എവിടേക്കോ ആരൊക്കെയോ നീതിമാന്മാർ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ. എത്രയോ ദേശങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മിണ്ടാമഠങ്ങൾ 24 മണിക്കൂർ 24 hours അഡോറേഷൻ നടക്കുക. 24 മണിക്കൂറും ആരാധന ഉയരുന്ന എത്രയോ സ്ഥലങ്ങൾ. വിശുദ്ധരായ എത്രയോ വൈദികർ, ത്യാഗമെടുത്തു പ്രാർത്ഥിക്കുന്ന വൈദികർ, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം ആത്മായ സഹോദരീ സഹോദരങ്ങളുണ്ട്. ലോകത്തിൽ എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ജനസമൂഹമുണ്ട്, നീതിമാന്മാരുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ ഇത്രമാത്രം പാപം പെരുകിയിട്ടും തിന്മ പെരുകിയിട്ടും നശിപ്പിക്കാത്തത്. ദൈവത്തിൻ്റെ
കരുണയ്ക്ക് സ്നേഹത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായ സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. വിലാപങ്ങൾ 3:22. ഓരോ പ്രഭാതത്തിലും പുതിയതായ കർത്താവിൻ്റെ സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും തീരുന്ന സ്നേഹമല്ല. ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സ്നേഹം. ഓരോ പ്രഭാതത്തിലും ആ സ്നേഹം പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ സ്നേഹം തന്നെയായ ദൈവം എപ്പോഴും തൻ്റെ മക്കൾ എത്ര പാപത്തിൽ വീണാലും അവരോട് ക്ഷമിക്കാനും അവർക്ക് മാപ്പ് കൊടുക്കുവാനും ആഗ്രഹിക്കുന്നു. അബ്രാഹാം പിതാവ് വീണ്ടും പറയുക, കർത്താവേ എന്നോട് കോപിക്കരുത്. ഉണ്ടോ? അബ്രാഹാമും ദൈവം തമ്മിലുള്ള വലിയൊരു ബന്ധമാണ്. സ്നേഹിതന്മാരെ പോലെയായിരുന്നു. കർത്താവേ എന്നോട് കോപിക്കരുത്, ഒരു തവണ കൂടി മാത്രം ഞാൻ അങ്ങോട്ട് സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ അവിടെ നല്ലി ചെയ്തു. ആ 10 പേരെ പ്രതി ഞാൻ ആ സ്ഥലം സോദോം ഗൊമോറ അവിടെ ഞാൻ നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. 10 പേരെ കാണിച്ചു തന്നാൽ മതി, ആ നഗരത്തെ ഞാൻ നശിപ്പിക്കത്തില്ല. ജോർദാന്റെ താഴ്വാരം ഫലഭൂഷ്ടിയേറിയ ദേശമായിരുന്നു സോദോം ഗൊമോറ. അബ്രാഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന ലോത്ത് അബ്രാഹത്തിനോട് ചോദിച്ചു വാങ്ങിയ സ്ഥലമാണിത്. ലോത്ത് ആ പച്ചപ്പ് കണ്ട് അവിടെ തിരഞ്ഞെടുത്തു. പക്ഷേ പിന്നീട് അവിടെ മുഴുവൻ നമുക്ക് കാണാം നാശത്തിലേക്ക് പോകുന്നതായിട്ട്. അബ്രാഹാം ദൈവത്തിൻ്റെ മുൻപിൽ കൈവിരിച്ചു പിടിച്ചു നിൽക്കുക. ഈ ജനത്തോട് കരുണയാകണം, ഈ ജനത്തോട് ക്ഷമിക്കണം, ഈ ജനത്തിന് മാപ്പ് കൊടുക്കണം. 10 പേരുണ്ടെങ്കിൽ, കർത്താവേ 10 പേർ ആ നാട്ടിലുണ്ടെങ്കിൽ അവരെ അങ്ങ് ശിക്ഷിക്കരുത്, അവരോട് കരുണയാകണം. കർത്താവ് പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. ദൈവത്തിന് ഹൃദയത്തിൽ സന്തോഷമായി. 10 പേരെ നീ എനിക്ക് കാണിച്ചതാ, 10 പേരെ നീ എനിക്ക് കാണിച്ചതാ. പക്ഷേ ആ ദേശത്ത് 10 നീതിമാന്മാർ പോലുമില്ലായിരുന്നു. ഒരു ദേശം മുഴുവൻ നശിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നീതിമാന്മാർ ഇല്ലാതെ പോകുന്നു. ഒരു ദേശം മുഴുവൻ ശാപഗ്രസ്തമാകുന്നുവെങ്കിൽ അവിടെ നീതിമാന്മാർ ഇല്ലാതെ പോകുന്നു. ഒരു കുടുംബം തറപറ്റ് തകർന്നു പോകുന്നുവെങ്കിൽ, ശാപം വീണു പോകുന്നുവെങ്കിൽ അവിടെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. 10 നീതിമാന്മാരെ കാണിച്ചു കൊടുക്കുവാൻ അബ്രാഹത്തിന് സാധിച്ചില്ല, കണ്ടെത്തുവാനായിട്ട് ദൈവത്തിനും കഴിയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 19 നാം വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് ആ ദേശത്തിന് മേൽ ശിക്ഷ അയക്കുകയാണ്. അതിനുമുമ്പ് ലോത്തിനോടും ഭാര്യയോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, മലമുകളിലേക്ക് സോമാറിലേക്ക് ഓടിക്കൊള്ളാൻ പറയുക. അവർ മലമുകളിൽ ലക്ഷ്യമാക്കി ഓടി, ലോത്തും ഭാര്യയും മക്കളും ഒക്കെ. അവരോട് പറഞ്ഞു, പിന്തിരിഞ്ഞു നോക്കരുത്. ഇതൊരു മുന്നറിയിപ്പാ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റിലേക്കും സുഖഭോഗങ്ങളിലേക്കും ഒന്നും തിരിഞ്ഞു നോക്കരുത്. കഴിഞ്ഞ കാലം ഉപേക്ഷിച്ച പാപത്തിൻ്റെ ലോകത്തിൻ്റെ വഴികൾ വിട്ടിട്ട് വന്നവർ ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുക, പിന്തിരിഞ്ഞു നോക്കരുത്. നീ ഒരുപക്ഷെ ഒരു ധ്യാനം കൂടി കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ ഇനി പിന്തിരിഞ്ഞു നോക്കരുത്. ഉപേക്ഷിച്ച പാപങ്ങൾ ആവർത്തിച്ച് വീണ്ടും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. മനുഷ്യൻ ബലഹീനരാണ്, ബലഹീനത ഉണ്ടാവാം, പക്ഷേ വീണാലും ചാടി നിൽക്കുക. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ ഇരിക്കുവാൻ സൂക്ഷിക്കട്ടെ.
വീഴാതെ ഇരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാ ആത്മീയ ശുശ്രൂഷകർക്കും, ആത്മീയ മേഖലയിൽ ഉള്ള എല്ലാവർക്കുള്ള മുന്നറിയിപ്പാണ്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. താഴ്വരയിൽ തങ്ങരുത്, മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുമരിക്കും. അവർക്കുണ്ടായിരുന്നതെല്ലാം ഇട്ടിട്ട് അവർ ജീവന് വേണ്ടി പലായനം ചെയ്തു. അവർ ഓടി രക്ഷപ്പെടുമ്പോൾ, മലമുകളിലേക്ക് ഓടി കയറുമ്പോൾ സോദോം ഗൊമോറയിലേക്ക് അഗ്നി ഇറങ്ങി, ആകാശം പിളർന്ന് അഗ്നി ഇറങ്ങി അവിടെ അങ്ങോട്ട് കത്തിച്ചു, ബന്ധു നീറുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അബ്രാഹാം ദൈവത്തിനു മുമ്പിൽ നിന്നതാണ്. ദൈവം പറഞ്ഞ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നഗരത്തെ നശിപ്പിക്കത്തില്ല. 10 നീതിമാന്മാരെ പോലും കണ്ടെത്താൻ ദൈവത്തിന് സാധിച്ചില്ല. അതുകൊണ്ടെന്താ, അവിടെ അഗ്നി ഇറങ്ങി അവിടെയുള്ള മുഴുവൻ മനുഷ്യരും ജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം കത്തിച്ചാമ്പലായി എരിഞ്ഞടങ്ങി. അവർ മലമുകളിലേക്ക് ഓടുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ഉൽപ്പത്തി 19:26. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പു തൂണായി തീർന്നു. അവിടെ ദൈവത്തെ അനുസരിക്കാതിരുന്ന ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നു. കാരണം അവിടെ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ലോത്തും വലിയ സമ്പന്നനായിരുന്നു. 13 വായിക്കുന്നു നമ്മൾ. ലോത്തും അബ്രാഹവും ഒക്കെ വലിയ സമ്പന്നതയിൽ ജീവിച്ച സമ്പന്നന്മാരായിരുന്നു. അങ്ങനെയാണ് അവരുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോഴാണ് അബ്രാഹാം പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കാം. അങ്ങനെ ലോത്ത് സോദോം ഗൊമോറ തിരഞ്ഞെടുത്തു, ജോർദാൻ്റെ താഴ്വരയിലേക്ക് പോകുന്നു. ഒക്കെ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, ഫലഭൂഷ്ടമായ ദേശം മുഴുവൻ അഗ്നിയിൽ വെന്തു നീറുകയാണ്. അവർക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കത്തിച്ചാമ്പലാവുകയാണ്. ഉണ്ടായിരുന്ന കാലിക്കൂട്ടങ്ങൾ, മൃഗങ്ങൾ എല്ലാം കത്തിച്ചാമ്പലായി. മുഴുവൻ അവിടെ എരിഞ്ഞടങ്ങുന്ന കാഴ്ച പിന്തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ കണ്ടു. പക്ഷെ അവൾ ഉപ്പുതൂണായി തീർന്നു. അവൾ ഉപ്പുതൂണായിട്ട് മാറുകയാണ്. അവിടെ ലോത്തിൻ്റെ ഭാര്യ ചെയ്തത് ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ല. അവൾ ഉപ്പുതൂണായിട്ട് മാറി. ഉറപ്പായിട്ടും ലോത്തും മക്കളുമൊക്കെ പിന്തിരിഞ്ഞു നോക്കാതെ ഓടി അങ്ങ് മലമുകളിൽ എത്തിച്ചേർന്നു. ഭാര്യയെ കണ്ടില്ല. പിന്നീട് ഒരുപക്ഷെ ഉപ്പുതൂണ് നിൽക്കുന്നത് അവർ കണ്ടു കാണും. സൂക്ഷിക്കുക, വെറും ഉപ്പുതൂണായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. പാപത്തിൻ്റെ അഴുക്ക് വഴികളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ ആസക്തികളും സുഖലോലുപതയും അധാർമിക സമ്പത്ത് സമ്പാദനവും ഒക്കെ അവസാനിപ്പിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരിക. ഓരോ കുടുംബത്തിലും ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം നിലനിൽക്കും. നീതിമാന്മാരില്ലാത്ത കുടുംബം, സത്യസന്ധതയില്ലാത്തവരുടെ കുടുംബം, അത് സാവധാനം നശിച്ചുകൊണ്ടേയിരിക്കും. തലമുറകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കും. നീതികെട്ട പ്രവൃത്തികൾ ചെയ്യരുത്. അനീതിയുടെ വഴികളിൽ സഞ്ചരിക്കരുത്. അധാർമിക മാർഗങ്ങൾ പിന്തുടരുത്. ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. 10 നീതിമാന്മാർ പോലും ഇല്ലാഞ്ഞിട്ട ആ ദേശം അഗ്നിയിൽ ചാമ്പലായിത്തീരുന്നത്. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കുടുംബത്തിന് ഉയർച്ചുണ്ടാകണമെങ്കിൽ, അഭിവൃദ്ധിയുണ്ടാകണമെങ്കിൽ, തലമുറ അനുഗ്രഹിക്കപ്പെടണം, ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മളൊക്കെ നീതിമാന്മാരായി ദൈവസന്നിധിയിൽ ജീവിക്കണം, പ്രവർത്തിക്കണം. നീതികെട്ട ഒരു കാര്യങ്ങളിലും, അനീതിയുടെ ഒരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടാനായിട്ട് പാടില്ല. സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിക്കാം. അങ്ങനെ
നീതിയോടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവും. കർത്താവ് വേലുകെട്ടി നമ്മളെ പരിപാലിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിനെ അയക്കണമേ. അനീതിയുടെ ജീവിത വഴികൾ വിട്ട് നീതിപൂർവ്വം ജീവിക്കാൻ കൃപ കൊടുക്കണമേ. മടുക്കാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തമായ അഭിഷേകം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗപീഠകൾ, തകർച്ചകൾ മാറിപ്പോവട്ടെ. കർത്താവേ, തകർന്ന കുടുംബങ്ങളോട് അങ്ങ് കരുണ കാണിക്കണമേ. അനീതിയുടെ മാർഗങ്ങളിൽ ജീവിക്കുന്നവരോട് കർത്താവേ കാരുണ്യം കാണിക്കണമേ. പാപികൾ മാനസാന്തരത്തിലേക്ക് വരട്ടെ. നന്മ ചെയ്യുന്നവർ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യട്ടെ. നമുക്കൊന്നു ചേർന്ന് കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.